തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചിട്ടും മുന്നണിയിലെ തർക്കങ്ങൾ തീരുന്നില്ല. ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് സീറ്റിലേക്കും മുസ്ലിം ലീഗ് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി. പാലക്കാട് നഗരസഭയിലും കോൺഗ്രസിനെതിരെ വിമതയെത്തി. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലടിച്ചു. തൃശൂരിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ BJP മാറ്റി. തിരുവനന്തപുരം ആറ്റിങ്ങൽ നഗരസഭയിൽ 3-ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസ് നേതാക്കളുടെ കൂട്ടത്തല്ല്. ആറ്റിങ്ങൽ മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സതീഷ് തമ്പിയും പ്രവർത്തകൻ ആസാദും തമ്മിലാണ് സംഘർഷമുണ്ടായത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കടുത്ത റിബൽ ശല്യമാണ് കോൺഗ്രസ് നേരിടുന്നത്. ഒരു വിമതനും പാർട്ടിയിൽ ഉണ്ടാകില്ലെന്ന് K. മുരളീധരൻ പറഞ്ഞു. 24-ാം തീയതി വൈകുന്നേരം 3 മണി കഴിഞ്ഞാൽ പിന്നെ കഴിയുന്ന റിബലുകൾ ഉണ്ടാവില്ല. ഇനി ആരെങ്കിലും റിവലായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല. കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസ് നൽകാത്തതിനെ തുടർന്ന് മുസ്ലിം ലീഗിന്റെ വിമത നീക്കം. ആലപ്പുഴയിലെ അമ്പലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വേണമെന്ന ആവശ്യം തള്ളിയതോടെ ഇവിടെ ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അത് സംസ്ഥാന കമ്മിറ്റി നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം അതിനകത്ത് ഇടപെട്ട് ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് പ്രത്യാശിക്കുന്നത്. ഈ സീറ്റ് നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് നോമിനേഷൻ കൊടുക്കുന്നത്, അല്ലാതെ ഒറ്റക്ക് മത്സരിക്കാനുള്ള ചിന്തയിലല്ല. MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൽത്താഫ് സുബൈർ അമ്പലപ്പുഴയിൽ ലീഗ് സ്ഥാനാർത്ഥി. ഇരുവരും പത്രിക സമർപ്പിച്ചു. അമ്പലപ്പുഴ സീറ്റ് ലഭിക്കാതെ വന്നതോടെ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MP പ്രവീണും അതൃപ്തി പരസ്യമാക്കി. ആലുവയിൽ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ലിസി അബ്രഹാം കോൺഗ്രസിന് വിമതയായി എത്തി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകി. വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ലെന്ന് സമസ്ത വിമർശിച്ചു. SYS നേതാക്കളാണ് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടത്. ജില്ലാ പഞ്ചായത്തിൽ തോമാട്ടുചാൽ ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ വിമതനായി പത്രിക നൽകി. പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് പൊതു സ്വതന്ത്രയായി മത്സരിക്കാൻ മൻസൂർ മണലാഞ്ചേരിയുടെ ഭാര്യ സഫിയ മണലാഞ്ചേരി രംഗത്തെത്തി. തിരുനെല്ലായി വെസ്റ്റിലാണ് കോൺഗ്രസ് മുൻ കൌൺസിലറുടെ ഭാര്യ CPIM പിന്തുണയോടെ മത്സരിക്കുന്നത്. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാരശ്ശേരി ഡിവിഷനിൽ UDFനെതിരെ 4 വിമതർ മത്സരത്തിനെത്തി. തൃശൂരിൽ കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം മുൻ പ്രസിഡന്റ് PC മനോജ് BJPയിൽ ചേർന്നു. കണ്ണൂരിൽ വേങ്ങാട് പഞ്ചായത്ത് 15-ാം വാർഡിൽ മുൻ KPCC നിർവാഹക സമിതി അംഗം മമ്പറം ദിവാകരൻ സ്ഥാനാർത്ഥിയാകും. പ്രതിഷേധത്തിനൊടുവിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനന് ശ്രീകണ്ഠപുരം നഗരസഭയിൽ സീറ്റ് നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചു. കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച PK രാഗേഷ് വീണ്ടും മത്സരിക്കും. ഐക്യജനാധിപത്യ സംരക്ഷണ സമിതി 12 ഡിവിഷനുകളിൽ മത്സരിക്കാനാണ് തീരുമാനം. വരാൻ പോകുന്ന 5 വർഷക്കാലം കണ്ണൂരിനെ മാറ്റിയെടുക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വസ്തു. അതിനുവേണ്ടി നമ്മളെ 12 സ്ഥാനാർത്ഥികൾ ഐക്യജനാധിപത്യ സംരക്ഷണ സമിതിയുടെ അതോടൊപ്പം തന്നെ ഇക്വാലിറ്റി പാർട്ടിയുടെയും നേതൃത്വത്തിൽ 12 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കോഴിക്കോട് നാദാപുരം പഞ്ചായത്തിലാകട്ടെ CPIക്ക് നൽകിയ 1-ാം വാർഡിലെ പാർട്ടി സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് CPIM. ഇവിടെ സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. എറണാകുളം ജില്ലയിലും CPIM പോര് തുടരുകയാണ്. പല്ലാരിമംഗലം പഞ്ചായത്തിൽ UDFനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ CPI ഉറച്ചു നിൽക്കുന്നു. കണ്ണൂർ, ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ 2 ഇടങ്ങളിൽ CPIMന് എത്തിയില്ല. ആഭ്യന്തര കലഹം രൂക്ഷമായതോടെ തൃശൂരിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ BJP മാറ്റി. കുട്ടൻകുളങ്ങര ഡിവിഷനിലേക്ക് മത്സരിക്കാനിരുന്ന ജില്ലാ വൈസ് പ്രസിഡന്റ് V. ആതിരയ്ക്ക് പകരം ശ്രീവിദ്യ M.നെ പുതിയ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു. പാലക്കാട് ഇടഞ്ഞു നിൽക്കുന്ന നിലവിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെ പിന്തുണച്ച് മുരുകണി വാർഡ് സ്ഥാനാർത്ഥി P. സ്മിതേഷ് രംഗത്തെത്തിയത് BJPക്ക് തലവേദനയായി. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണം നടത്തുന്നതിൽ തെറ്റില്ലെന്ന് VK ശ്രീകണ്ഠൻ MP പ്രതികരിച്ചു. പാലക്കാട് നഗരസഭ പോലുള്ള വർഗീയ ശക്തികൾ ഭരിക്കുന്ന BJPക്കെതിരെ പ്രചരണം നടത്താനുള്ള ഉത്തരവാദിത്തം UDFന്റെ ഒരു MLAക്ക് ഉണ്ടല്ലോ, അദ്ദേഹം അത് നിർവഹിക്കുകയായിരിക്കും. നാദാപുരം തൂണേരി പഞ്ചായത്തിൽ 5-ാം വാർഡിലെ ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെതിരെ യൂത്ത് ലീഗും MSFും തെരുവിലിറങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.